ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഏതവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്, എന്താണ് അവരുടെ നെക്സ്റ്റ് തീരുമാനം എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കാം. നിങ്ങളുടെ വ്യക്തി 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ നല്ല രീതിയിൽ ആൾ ഹോൾഡ് ചെയ്ത് വെച്ചതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഓവറോൾ എനർജിയിൽ നിങ്ങളെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഈ വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം അവർക്ക് ഈ ഒരു സമയം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടുക. നിങ്ങളെ തന്നെയാണ് ആളുടെ സദാസമയം ആൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തയിലാണുള്ളത്. ഇവിടെ നിങ്ങളെ തന്നെയാണ്, ഞാൻ പറഞ്ഞില്ലേ, ക്യൂനോ കപ്സിൻ്റെ എനർജിയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കോള് ആൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങൾ പോയ സ്ഥലങ്ങൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ആൾ വാച്ച് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെ ഭയങ്കരമായിട്ട് ആൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇൻസ്റ്റാഗ്രാം, അങ്ങനെ വാട്സപ്പ്, അതിലൊക്കെ ആൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പോയ സ്ഥലങ്ങൾ, അതുപോലെ നിങ്ങളെ പല രീതിയിലും ആൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു സമയം. കാരണം ആൾ അത്രയും നിങ്ങളെ കാണുന്നത് തന്നെ ഒരു ഫാമിലി പോലെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലെയാണ് നിങ്ങളെ അവർ കാണുന്നത്. നിങ്ങൾ അതുപോലെ കഴിഞ്ഞവരായിരിക്കാം. ഒരു ഫാമിലി, ഒരു ഹസ്ബൻഡ് വൈഫ് കുട്ടികളൊക്കെയുള്ള ഒരു ബന്ധമായിരിക്കും, അല്ലെങ്കിൽ അതുപോലെയാണ് നിങ്ങളെപ്പോഴും ആൾ ഒരു ഫാമിലി ആയിട്ടാണ് കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ട് നമുക്ക് ആ ഒരു 10 ഓഫ് കപ്സിൻ്റെ എനർജി വന്നത്. അതുകൊണ്ടാണ് വേൾഡാണ് വന്നിരിക്കുന്നത്. അവരുടെ അവർ വേൾഡ് വന്നുകൊണ്ട് തന്നെ ഈ കാർഡ് കാണിക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ, നിങ്ങളെ അത്ര തന്നെ സ്നേഹിച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ ലോകം തന്നെ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അതാണ് ഇവിടെ വേൾഡ് വരാൻ കാരണം. 10 ഓഫ് കപ്സ് കഴിഞ്ഞിട്ടാണ് വേൾഡ് വന്നത്. അപ്പോൾ നിങ്ങളെ തന്നെയാണ് അവരുടെ ലോകമെന്ന് ആൾ ചിന്തിച്ച് ഒരു സമയമായി ആണിപ്പോഴും അങ്ങനെ തന്നെയാണ്. മനസ്സ് നിറയെ നിങ്ങൾ തന്നെയാണ്, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ആളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ്. ആളുടെ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ഇടപെടൽ, ആൾക്ക് ഭയങ്കരമായിട്ട് വിഷമം, ആൾക്കൊരു ഭയം, ഇതൊക്കെ ഉണ്ട്. മറ്റുള്ളവരെന്ത് വിചാരിക്കും? ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ സൊസൈറ്റിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചില സാഹചര്യത്തിൽ എല്ലാവരും ഭയക്കുന്നുണ്ടാവും, ഫാമിലി ഭയക്കുന്നുണ്ടാവാം, മറ്റുള്ളവരെ ഭയക്കുന്നവരായിരിക്കാം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാകും എന്നുള്ള ഒരു വിഷമവും കാര്യങ്ങളും ഭയവും അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. നിങ്ങളെ കണ്ടുകൂടാത്ത ചില ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവാം. ശരിക്കും നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ ഇതിനകത്ത് ഉണ്ടാവാം. നിങ്ങളുടെ ഈ കണക്ഷന് പ്രശ്നം ഉണ്ടാക്കുന്നവർ ഇതിനകത്ത് ഉണ്ടാവാം. ഒരു ജനറൽ റീഡിംഗ് ആണ്, പല പേരുടെ എനർജീസും ഇതിനകത്ത് കടന്നു വരുന്നത്. അപ്പോൾ ഓരോ തരത്തിലായിരിക്കാം. ചില പേർക്ക് ഫാമിലി ആയിരിക്കാം പ്രശ്നം ഉണ്ടാക്കുന്നത്, ചില പേർക്ക് ഇത് മറ്റുള്ളവർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവാം. അപ്പോൾ എല്ലാ തരത്തിലും പറയുകയാണെങ്കിൽ ആൾക്ക് എന്തൊക്കെയോ ഒരു ഭയം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത്. പക്ഷേ ഇവിടെ കണ്ടോ 4 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളെ ഈ ഒരു വ്യക്തിക്ക് ആൾ റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് ആൾ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങളെ ഒരു മാരേജ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഒരു മാരേജ് ആൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സമയത്ത്. ഇവിടെ കണ്ടോ 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ആൾ ഏത് സാഹചര്യത്തിലായാലും ആൾക്ക് നിങ്ങൾ വേണം. ആളുടെ ഒരു വിജയം, ആളുടെ ഒരു ശക്തി ഒക്കെ പറയുന്നത് നിങ്ങൾ തന്നെയാണ് കേട്ടോ. കാണുന്ന സമയത്ത് ആൾ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് കാണാം. ചില സമയത്ത് നിങ്ങൾ വിചാരിക്കും ആൾക്ക് ഞാനില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. ആളത് പുറമേ മാത്രമാണ്, അകത്ത് നിങ്ങൾ വേണം. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആൾക്കൊരു കോൺഫിഡൻസ് ഉള്ളൂ. ഇതാണ് ഇതിൽ കാണിക്കുന്നത്. ഇവിടെ ഈഗോ ഉള്ള വ്യക്തിയാണ്. ചില കാര്യത്തിനൊക്കെ
ഈഗോ കാരണം നിങ്ങളെ ഒരു ചെറുതായിട്ടൊരു എന്താ പറയുക, ഭയങ്കരമായിട്ട് ഈഗോ ഉണ്ട് കേട്ടോ ഈ വ്യക്തിക്ക്. കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാവും ആളോട് സംസാരിക്കുന്ന സമയത്ത്. പിണങ്ങിയാലൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര മടിയായിരിക്കാം നിങ്ങളിലേക്ക് വരാനും. പിണങ്ങിയ ആളുടെ സംസാരത്തിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ഈഗോ ആണ് ഈ വ്യക്തിക്ക് എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ നോ കോൺടാക്റ്റ് ആണെങ്കിൽ ഈഗോ പിടിച്ചിരിക്കുകയാണ് ആൾ. ചിലപ്പോൾ നിങ്ങളെ അങ്ങോട്ട് വിളിക്കട്ടെ എന്നുള്ള ഒരു രീതിയിലൊക്കെ ആയിരിക്കാം ആളുടെ ഇപ്പോഴത്തെ ഒരു നിലപാട്. പക്ഷെ സമയത്ത് നിങ്ങളെ ഒരുപാട് മനസ്സിലാക്കുന്ന വ്യക്തി തന്നെയാണ്. പക്ഷേ ഭയങ്കരമായിട്ട് ഈഗോ ഉള്ളതും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ, അതുപോലെ ഒരു ന്യൂ ബിഗിനിങ് ആണ് ആൾ ആഗ്രഹിക്കുന്നത് കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വ്യക്തിയുടെ നെക്സ്റ്റ് തീരുമാനം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഈ വ്യക്തി എഫേർട്ട് എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ച് ഇവിടെ മെയിൻ കാണിക്കുന്നത് ഇതിന് ശക്തമായ തേർഡ് പാർട്ടി കണക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് പോകാൻ കുറച്ച് കഷ്ടമുണ്ട്. പക്ഷെ എങ്കിലും ആൾ അതിനു വേണ്ടി ശ്രമിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ഒരു പുതിയൊരു തുടക്കം നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവും. ഈ വ്യക്തിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു ശ്രമം ഉണ്ടാവും, ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണോ നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആൾക്ക് നിങ്ങൾ വേണം. നിങ്ങൾ കൂടെ ഉള്ളതാണ് ആളുടെ സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളെ തന്നെയാണ് ആൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത്. നിങ്ങളുടെ എനർജി എടുത്തിട്ടില്ല എങ്കിലും ആ വ്യക്തിയുടെ എനർജിയാണ് കൂടുതൽ ഈ ഒരു കാർഡിലൂടെ കാണാൻ പറ്റുന്നത്. ആ വ്യക്തിയുടെ എനർജിയാണ് കൂടുതൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. തൃക്കേട്ട, തിരുവനന്തപുരം, തിരുവാതിര, പാലക്കാട്, W എന്ന് കിട്ടിയിട്ടുണ്ട്, എറണാകുളം, ലെറ്റർ P ആണ് വന്നിരിക്കുന്നത്, ഉത്രാടം, മകം, N ആണ്, ലെറ്റർ N ആണ് വന്നിരിക്കുന്നത്, ലെറ്റർ G, ഡാൻസ് അറിയുന്നവരായിരിക്കാം, ലെറ്റർ K, ലെറ്റർ I, സെപ്റ്റംബർ, F വന്നിട്ടുണ്ട്, ജൂലൈ, ലെറ്റർ Z വന്നിട്ടുണ്ട്, സോഷ്യൽ വർക്കർ ആയിരിക്കാം, ഡിസംബർ മാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവും എന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കണക്റ്റ് ആവുന്നവർ, ഇതെല്ലാവർക്കും കണക്റ്റ് ആവില്ല, അപ്പോൾ കണക്റ്റ് ആവുന്നവർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.